This is last part of module 3. Mainly we are discussing oligopoly in this class. So what is oligopoly? Oligo means few and poly means seller. So oligopoly means few sellers. That is the meaning. So oligopoly is a market situation in which there are a few sellers selling either a homogeneous or differentiated product. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം ഒളിഗോപോളിയിൽ കുറച്ച് സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ. ദേ വിൽ ബി ഐദർ സെല്ലിംഗ് എ ഹോമോജിനസ് ഓർ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ്. ചിലപ്പം ഒരേപോലെയുള്ള പ്രോഡക്റ്റ് ആയിരിക്കാം വിൽക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കാം വിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനെയാണ് ഒളിഗോപോളി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഫ്യൂ സെല്ലേഴ്സ്. ദാറ്റ് ഈസ് ദി മെയിൻ തിങ്. Then what are the features of oligopoly? The first one is few sellers. There are only few sellers. Since there are only few sellers, these sellers are interdependent. ഇവർ പരസ്പരം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കുറച്ച് പേരേ ഉള്ളൂ മാർക്കറ്റിൽ. ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന കുറച്ച് സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിരിക്കും, പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. അല്ലെങ്കിൽ whatever decisions are taken by one firm, it will affect the other sellers also. So that is the first feature, few sellers. Second one is homogeneous or differentiated product. See, we can cite many examples for oligopoly market situation. For example, automobiles. ഇപ്പം നമ്മൾ കാർ എടുക്കുന്നു, there are different cars, and different means not large number, but a few car manufacturing companies are there. They are producing differentiated product. എല്ലാ കാറും ഒരുപോലെയല്ല. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് ഡിഫറൻഷിയേറ്റഡ് ആണ്. അതേസമയം ഇൻ ദി കേസ് ഓഫ് പെട്രോൾ, ദർ ആർ എ ഫ്യൂ പെട്രോളിയം കമ്പനീസ്. ദേ ആർ സെല്ലിംഗ് പെട്രോൾ. ആൻഡ് അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി പെട്രോൾ ഇസ് എ ഹോമോജിനസ് പ്രോഡക്റ്റ്. അപ്പം നമുക്ക് പല എക്സാമ്പിൾസ് പറയാം ഒളിഗോപോളിക്ക്. ഏവിയേഷൻ ഇൻഡസ്ട്രി, ദറ്റ് മീൻസ് എയർവേസ്, mobile services. These are all examples of oligopoly market situation where there are few sellers. അപ്പോൾ അതിന് ഹോമോജിനസ് ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ എക്സാമ്പിൾ ആണ് പെട്രോൾ. ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് പലതും പറയാം. ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ഓട്ടോമൊബൈൽ. അപ്പം ഇൻ ഒളിഗോപോളി either the product will be homogeneous or differentiated. Then the third important feature is barriers to entry. There are certain barriers. They are not legal barriers. ഇവിടെ ഒളിഗോപോളി ഫേംസ് ഒന്നും ലീഗലി പ്രൊട്ടക്റ്റഡ് അല്ല, മൊണോപോളി പോലെ. ബട്ട് ദർ ആർ certain other types of barriers for the entry of new firms. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ബ്രാൻഡ് ലോയൽറ്റി, ദറ്റ് ഈസ് വൺ ബാരിയർ. സോ വി നോ ദാറ്റ് ഇൻ ഒളിഗോപോളി ദർ ആർ ഓൺലി ഫ്യൂ സെല്ലേഴ്സ്. കുറച്ച് സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് സെല്ലേഴ്സിനോട് കൺസ്യൂമേഴ്സിനൊരു ലോയൽറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു താല്പര്യം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, വി ആർ ഓൾ യൂസിങ് മൊബൈൽ ഫോൺസ്. ഏതെങ്കിലും ഒരു സർവീസ് നമ്മൾ യൂസ് ചെയ്യുന്നു, BSNL ആവാം, എയർടെൽ ആവാം, റിലയൻസ് ആവാം. അപ്പോൾ അതിനോട് നമുക്കൊരു താല്പര്യമുണ്ട്. സോ ഇമ്മീഡിയറ്റ്ലി വി വിൽ നോട്ട് അക്സെപ്റ്റ് ഓർ പർച്ചേസ് ദി പ്രോഡക്റ്റ് ഓഫ് എ ന്യൂ കമ്പനി. ഇപ്പോൾ ഒരു പുതിയ മൊബൈൽ സർവീസ് കമ്പനി പുതിയതായിട്ട് വരുമ്പം പെട്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം നമ്മൾ എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിനോട് നമുക്കൊരു ബ്രാൻഡ് ലോയൽറ്റി ഉണ്ട്. അപ്പോൾ അതൊരു തടസ്സമാകാം. ഫോർ ദി എൻട്രി ഓഫ് ന്യൂ ഫേംസ് ഇറ്റ് ഈസ് എ ബാരിയർ. പിന്നെ ചില കേസിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് ഈസ് ദെയർ. ഫോർ എക്സാമ്പിൾ, എയർവേസ്. ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് എ ന്യൂ എയർവേസ്, യു നീഡ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് അനദർ ബാരിയർ. അപ്പോൾ എല്ലാവർക്കും ഈ ഫീൽഡിലേക്ക് കടന്നു വരാൻ പറ്റില്ല. സോ ദെൻ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ഇപ്പോൾ നമുക്കറിയാം, സിൻസ് ദർ ആർ ഓൺലി ഫ്യൂ ഫേംസ്, എക്സിസ്റ്റിംഗ് ഫേംസ് വിൽ ബി പ്രൊഡ്യൂസിങ് ഓൺ എ ലാർജ് സ്കെയിൽ. ആൻഡ് വെൻ ദേ പ്രൊഡ്യൂസ് ഓൺ എ ലാർജ് സ്കെയിൽ, ദേ ക്യാൻ റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. But for a new firm, the cost of production will be high. They cannot face the competition from the existing firms. That can be another barrier. That is economies of scale. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്.
സോ ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള ബാരിയേഴ്സ് ഉണ്ട്, ബട്ട് ലീഗൽ ബാരിയേഴ്സ് ആർ നോട്ട് ദെയർ. ഇതൊന്നും ലീഗൽ ബാരിയേഴ്സ് അല്ല, അല്ലാതെയുള്ള ബാരിയേഴ്സ് ആണുള്ളത്. Then, so in monopoly also there are barriers to entry. In oligopoly also there are barriers to entry. Then fourth point is feature is mutual interdependence. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു few sellers ഉള്ളൂ. So whatever decisions are taken by one firm, it will affect the other firms also in the industry. ഇപ്പോൾ സിമെൻറ്റ് ഇൻഡസ്ട്രി, സപ്പോസ് വൺ ഫേം ഡിസൈഡ്സ് ടു ഡിക്രീസ് ദി പ്രൈസ്. ഒരാൾ പ്രൈസ് കുറയ്ക്കാൻ തീരുമാനിച്ചാൽ ദാറ്റ് ഡിസിഷൻ വിൽ അഫക്ട് ദി അതർ ഫേംസ് ഇൻ ദി സിമെൻറ്റ് ഇൻഡസ്ട്രി. അപ്പോൾ മറ്റുള്ളവരും പ്രൈസ് കുറച്ചേ മതിയാകും. അതുകൊണ്ടാണ് പറയുന്നത് ദേ ആർ മ്യൂച്വലി ഇൻ്റർഡിപ്പെൻഡൻറ്റ് ആണ്. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈസ് റിജിഡിറ്റി. ഇൻ ഒളിഗോപോളി, even if there is a slight increase in cost of production, an oligopoly firm will not change its price immediately. പെട്ടെന്ന് കയറി പ്രൈസ് ചേഞ്ച് ചെയ്യില്ല. ഇതിന് കാരണം, if in oligopoly if one firm decreases the price, ഇപ്പോൾ ഒരു ഫേം വിചാരിക്കുകയാണ് they want to sell more, so for that they are decreasing the price. What other firms will do? Others will also decrease their price. മറ്റുള്ളവരും പ്രൈസ് കുറയ്ക്കും. അപ്പോൾ പ്രൈസ് കുറച്ചിട്ട് നമുക്ക് എന്ത് കൂട്ടാൻ പറ്റില്ല? വി കനോട്ട് ഇൻക്രീസ് സെയിൽസ് ബൈ ഡിക്രീസിങ് ദി പ്രൈസ്. പ്രൈസ് കുറച്ചാൽ വെറുതെ നമുക്ക് നഷ്ടം ഉണ്ടാവാതേ ഉള്ളൂ, അല്ലാതെ സെയിൽസ് കൂട്ടത്തില്ല, അല്ലെങ്കിൽ ഡിമാൻഡ് കൂടില്ല. കാരണം മറ്റുള്ളവരും പ്രൈസ് കുറയ്ക്കും. ഇനി ഇഫ് വൺ ഫേം ഇൻക്രീസസ് ദി പ്രൈസ്, അതർ ഫേംസ് വിൽ നോട്ട് ഇൻക്രീസ് ദെയർ പ്രൈസ്. മറ്റുള്ളവർ പ്രൈസ് കൂട്ടില്ല. ഒരാൾ പ്രൈസ് കൂട്ടിയാൽ മറ്റുള്ളവർ കൂട്ടില്ല, ഒരാൾ പ്രൈസ് കുറച്ചാൽ മറ്റുള്ളവരും കുറയ്ക്കും. അപ്പം പ്രൈസ് കൂട്ടിയാൽ എന്ത് പറ്റും? സിൻസ് അതേഴ്സ് ആർ നോട്ട് ഇൻക്രീസിങ് ദി പ്രൈസ്, വി വിൽ ലൂസ് ഓൾ അവർ കസ്റ്റമേഴ്സ്. നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ ആരും ഈ സാധനം വാങ്ങില്ല. സോ പ്രൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, എന്നാൽ ലോസ് ഓൾസോ, നമുക്ക് നഷ്ടമുണ്ടാകാം. അതുകൊണ്ട് ഇൻ ഒളിഗോപോളി ദി പ്രൈസ് ഈസ് റിജിഡ്. എന്ന് പറഞ്ഞാൽ പ്രൈസ് വളരെ റിജിഡ് ആണ്, പെട്ടെന്ന് ചേഞ്ച് ചെയ്യില്ല. ഒളിഗോപോളിയിലെ പ്രൈസ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യില്ല. സോ ദാറ്റ് ഈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് പ്രൈസ് റിജിഡിറ്റി. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇൻഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ്. ഇൻ ഒളിഗോപോളി ദി ഡിമാൻഡ് കർവ് ഈസ് ഇൻഡിറ്റർമിനേറ്റ്. ഇൻ ഒളിഗോപോളി the quantity demanded or the quantity sold by one firm depends on the decision taken by the rival firms. ഇപ്പോൾ ഒരു ഫേം അവർക്കൊരു പർട്ടിക്കുലർ പ്രൈസിൽ how much they can sell, it depends on what decisions are taken by other firms in the industry. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കർവ് ഇൻഡിറ്റർമിനേറ്റ് ആണെന്ന് പറയുന്നത്. സോ ദി ഡിമാൻഡ് കർവ് ഈസ് ഇൻഡിറ്റർമിനേറ്റ് ബിക്കോസ് ദി ഡിമാൻഡ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഡിസിഷൻസ് ഓർ വാട്ട് ആർ ദി ആക്ഷൻസ് ടേക്കൺ ബൈ ദി റൈവൽ ഫേംസ്. മറ്റ് ഫേംസ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. സോ ദാറ്റ് ഈസ് വൈ ദർ ഈസ് ഇൻഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഒളിഗോപോളി. So make a comparison between the features of monopoly and oligopoly. എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഓരോ ഫീച്ചറും എടുത്ത് കമ്പയർ ചെയ്യാം. മൊണോപോളിയിൽ there is a single seller, but in oligopoly there are few sellers. പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ കുട്ടികൾ ഇങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പക്ഷേ എഴുതുന്നതൊക്കെ ഒരു പ്രോപ്പറായ രീതിയിലല്ല ഇതിൻ്റെ ആൻസർ പലരും എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റും എടുത്ത് കമ്പയർ ചെയ്ത് എഴുതുക. ഇപ്പോൾ ഡിമാൻഡ് കർവ്, ഇൻ മൊണോപോളി ദി ഡിമാൻഡ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ബട്ട് ഇൻ ഒളിഗോപോളി ദി ഡിമാൻഡ് കർവ് ഈസ് ഇൻഡിറ്റർമിനേറ്റ്. അപ്പോൾ അങ്ങനെ ഓരോ കമ്പാരിസൺ നടത്തി വേണം നമ്മൾ ഇങ്ങനെയുള്ള ആൻസർ ചെയ്യാൻ. നെക്സ്റ്റ് ഈസ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, ദി കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ. ഇപ്പോൾ ഒളിഗോപോളിയിലെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ പറയുന്നത് കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ ഉപയോഗിച്ചാണ് നമ്മൾ
എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഓർ ദി ഇക്വിലിബ്രിയം ഓഫ് എ ഫേം, that is explained with the help of Kinged demand curve model. And this model was developed by an economist Paulam Susi. Paulam Susi 1939-ലാണ് ഇങ്ങനെ ഒരു കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. And mainly this kinged demand curve model is used to explain price rigidity under oligopoly. നമ്മൾ പറഞ്ഞു പ്രൈസ് റിജിഡ് ആയിരിക്കും എന്ന് പറഞ്ഞു ഒളിഗോപോളിയിൽ. ആ പ്രൈസ് റിജിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ മെയിനായിട്ടും ഉപയോഗിക്കുന്നത്. ദെൻ ദിസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ 2 assumptions. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇഫ് എ ഫേം ഇൻക്രീസസ് ഇറ്റ്സ് പ്രൈസ് അതേഴ്സ് വിൽ നോട്ട് ഫോളോ. ഒരാൾ പ്രൈസ് കൂട്ടിയാൽ മറ്റുള്ളവർ കൂട്ടില്ല. If a firm decreases its price, others will also do the same. ഒരാൾ പ്രൈസ് കുറച്ചാൽ മറ്റുള്ളവർ പ്രൈസ് കുറയ്ക്കും, പ്രൈസ് കൂട്ടിയാൽ മറ്റുള്ളവർ പ്രൈസ് കൂട്ടില്ല. ഇതാണ് 2 അസംഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ നമ്മൾ പറയുമ്പോൾ ആദ്യം അതിൻ്റെ 2 അസംഷൻസ് പറയുക. പിന്നെ ഇതാണ് അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡയഗ്രാം. പിന്നെ കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡലിൽ നമ്മൾ മെയിനായിട്ടും കിങ്ഡ് ഡിമാൻഡ് കർവ് എക്സ്പ്ലെയിൻ ചെയ്യണം, പ്രൈസ് റിജിഡിറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന് അതിൻ്റെ അസംഷൻസ്, ദെൻ എക്സ്പ്ലനേഷൻ ഫോർ ദി കിങ് ഓൺ ദി ഡിമാൻഡ് കർവ്, പിന്നെ മൂന്നാമത് പ്രൈസ് റിജിഡിറ്റി. ഈ 3 കാര്യങ്ങൾ വേണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. സോ ദിസ് ഈസ് ദി ഡയഗ്രാം വിച്ച് വി യൂസ് ടു എക്സ്പ്ലെയിൻ ദി കിങ് ഡിമാൻഡ് കർവ് മോഡൽ ഓർ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ ഒളിഗോപോളി. അപ്പോൾ അത് ഞാനൊന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. See, in the kinged demand curve model, first of all we are drawing the AR curve, or ഇപ്പോൾ നമ്മൾ AR curve ആണ് വരയ്ക്കുന്നത്. AR curve ആണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇവിടുത്തെ AR curve എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. So there is a bend on the AR curve. അതിനെയാണ് നമ്മൾ ആ കിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ AR കർവ് വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, എന്നിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടല്ല വരയ്ക്കുന്നത്. സോ ദർ ഈസ് എ ബെൻഡ് ഓൺ ദി AR കർവ്. ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു ബെൻഡ് ഉണ്ട്. ഈ ബെൻഡിനാണ് യഥാർത്ഥത്തിൽ കിങ് എന്ന് പറയുന്നത്. നൗ ദിസ് AR കർവ് ഓർ ദി ഡിമാൻഡ് കർവ് ഹാസ് ആൻ അപ്പർ പാർട്ട് ആൻഡ് ലോവർ പാർട്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? The upper part of the demand curve is more price elastic and the lower part is less price elastic. ഇതാണ് മെയിനായിട്ടും കിങ്ഡ് ഡിമാൻഡ് കർവിനെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യം. കിങ്ഡ് ഡിമാൻഡ് കർവിൻ്റെ അപ്പർ പാർട്ട് മോർ പ്രൈസ് ഇലാസ്റ്റിക് ആണ്, ലോവർ പാർട്ട് ലെസ് പ്രൈസ് ഇലാസ്റ്റിക് ആണ്. വൈ ദി അപ്പർ പാർട്ട് ഈസ് മോർ പ്രൈസ് ഇലാസ്റ്റിക്? ബിക്കോസ് when one firm increases the price, others will not increase their price. ഒരു ഫേം പ്രൈസ് കൂട്ടിയാൽ മറ്റുള്ളവർ പ്രൈസ് കൂട്ടില്ല. അപ്പോൾ ഈ പ്രൈസ് കൂട്ടിയ ഫേമിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? ഡിമാൻഡ് വളരെയധികം കുറയും. അതുകൊണ്ടാണ് അപ്പർ പാർട്ട് മോർ പ്രൈസ് ഇലാസ്റ്റിക് ആകുന്നത്. Then the lower part is less price elastic. Why? Because when one firm decreases the price, others will also decrease their price. ഒരാൾ പ്രൈസ് കുറച്ചാൽ മറ്റുള്ളവരും പ്രൈസ് കുറയ്ക്കും. മറ്റുള്ളവർ പ്രൈസ് കുറയ്ക്കുന്നത് കൊണ്ട് ഡിമാൻഡിൽ കാര്യമായ ഇൻക്രീസ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാകില്ല. ദാറ്റ് ഈസ് വൈ ദ ലോവർ പാർട്ട് ഓഫ് ദി ഡിമാൻഡ് കർവ് ഈസ് ലെസ് പ്രൈസ് ഇലാസ്റ്റിക്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വൈ ദി അപ്പർ പാർട്ട് ഈസ് മോർ പ്രൈസ് ഇലാസ്റ്റിക് ആൻഡ് വൈ ദി ലോവർ പാർട്ട് ഈസ് ലെസ് പ്രൈസ് ഇലാസ്റ്റിക്. ഇനി നമ്മൾ അടുത്ത് വരയ്ക്കുന്നത്, ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു ഡ്രോ ദി MR കർവ്. MR കർവ് വരയ്ക്കണം. MR കർവ് വരയ്ക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, സിൻസ് ദർ ഈസ് ദി ചേഞ്ചസ് ഇൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റീസ് ഓൺ ദി ഡിമാൻഡ് കർവ് ഓർ AR കർവ്, ദി MR കർവ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. MR കർവിൽ ഒരു ബ്രേക്ക് ഉണ്ട്. ഇപ്പോൾ MR കർവ് ഇവിടെ വരെ വന്നാൽ ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയല്ല, ഇവിടെ വെച്ച് ഇതിനൊരു ബ്രേക്ക് ഉണ്ടാവും. സോ ദിസ് വിൽ ബി ദി നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി MR കർവ്. അപ്പോൾ MR കർവ്
കണ്ടിന്യൂസ് അല്ല, അവിടെ ഒരു ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്കിന് കാരണം ദ ഡിഫറൻസസ് ഇൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റീസ് ആണ്. ഈ AR കർവ് അല്ലെങ്കിൽ ഡിമാൻഡ് കർവിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് MR കർവിൽ ഒരു ബ്രേക്ക് ഉണ്ടാകുന്നത്. നൗ ആസ് യൂഷ്വൽ we can draw the MC curve. ഇപ്പോൾ suppose initially this is the MC curve, MC1, and that is intersecting the MR curve. ഇത് നമ്മൾ ചെയ്യുന്നത് this is to explain price rigidity. അപ്പോൾ ഇവിടെ E1 എന്ന് പറയുന്ന പോയിന്റിൽ അറ്റ് പോയിന്റ് E1 MC1 intersect MR, and so that is the equilibrium point. അപ്പോൾ ആ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് നമ്മൾ താഴേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് ദി പ്രൈസ് ചാർജ്ഡ് ബൈ ദി ഫേം. അപ്പോൾ ഈ ഫേം ചാർജ് ചെയ്യുന്ന പ്രൈസ് so this will be the price. Suppose OP is the price charged by the firm, and the equilibrium point is E1 where the MC curve intersects the MR curve. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയും സപ്പോസ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദി മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് കൂടുന്നു എന്ന് വിചാരിക്കുക. വെൻ മാർജിനൽ കോസ്റ്റ് ഇൻക്രീസസ്, വാട്ട് ഹാപ്പൻസ് ടു ദി മാർജിനൽ കോസ്റ്റ് കർവ്? ഇറ്റ് വിൽ ഷിഫ്റ്റ് അപ്വേർഡ്സ്. ഈ മാർജിനൽ കോസ്റ്റ് കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നൗ ദി ന്യൂ മാർജിനൽ കോസ്റ്റ് കർവ് ഈസ് MC2. ഇപ്പോൾ MC2 ആണ് പുതിയ മാർജിനൽ കോസ്റ്റ് കർവ്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിയതുകൊണ്ട് മാർജിനൽ കോസ്റ്റ് കൂടി, അത് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. MC2 ആണ് പുതിയ മാർജിനൽ കോസ്റ്റ് കർവ്, ആൻഡ് ദാറ്റ് ഇന്റർസെക്ട് ദി MR കർവ് അറ്റ് പോയിന്റ് E2. E2 എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ദി ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ ഈ പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് അനുസരിച്ച് നോക്കിയാലും ദി പ്രൈസ് വിൽ ബി ദി സെയിം. ഈ പ്രൈസ് Pക്ക് ചേഞ്ചസ് ഒന്നുമില്ല, ഇപ്പോഴും പ്രൈസ് P തന്നെയാണ്. That means the price remains rigid. പ്രൈസ് Pയിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നില്ല, പ്രൈസ് P ആയി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. സോ പ്രൈസ് ഈസ് റിജിഡ്. സോ ദിസ് ഡയഗ്രാം എക്സ്പ്ലെയിൻസ് ദി പ്രൈസ് റിജിഡിറ്റി അണ്ടർ ഒളിഗോപോളി. മാർജിനൽ കോസ്റ്റിൽ കുറച്ച് ഇൻക്രീസ് ഉണ്ടായാൽ പോലും ഒളിഗോപോളി ഫേം പ്രൈസ് ചേഞ്ച് ചെയ്യില്ല. ആൻഡ് ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദി കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ. അപ്പോൾ ഈ കിങ്ഡ് ഡിമാൻഡ് കർവിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുക. ഒന്ന്, രണ്ട് അസംഷൻസ് പറയുക. സെക്കൻഡ് തിങ്, വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദി അപ്പർ പാർട്ട് ആൻഡ് ലോവർ പാർട്ട് ഓഫ് ദി ഡിമാൻഡ് കർവ് ഓർ AR കർവ്, മോർ പ്രൈസ് ഇലാസ്റ്റിക് ആൻഡ് ലെസ് പ്രൈസ് ഇലാസ്റ്റിക്. മൂന്നാമത് പറയേണ്ടത് MC കർവ് അത് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാലും പ്രൈസ് ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയുക. ദാറ്റ് ഈസ് പ്രൈസ് റിജിഡിറ്റി. ഇത്രയും കാര്യങ്ങൾ കിങ്ഡ് ഡിമാൻഡ് കർവിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. So that much only about kinked demand curve. Then what is collusive oligopoly? See, we know that there is very tight competition in oligopoly and the firms are interdependent also. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കരമായ കോമ്പറ്റീഷൻ ഉണ്ടാവും. അതിനെ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ എന്നാണ് പറയുന്നത്. സോ അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പം സംടൈംസ് വൺ ഫേം വിൽ ഡിക്രീസ് ദി പ്രൈസ്, സോ അതേഴ്സ് വിൽ ഓൾസോ ഡിക്രീസ് ദെയർ പ്രൈസ്. Again the first firm will decrease the price, again the others will decrease the price. So this is a price war. ഇവർ തമ്മിലുള്ള ഒരു പ്രൈസ് വാർ തന്നെ ഉണ്ടാകും. അങ്ങനെ ഒരു പ്രൈസ് വാർ ഉണ്ടായാൽ ആർക്കാണ് നഷ്ടം? There will be a loss for the firms. എല്ലാ ഫേംസിനും നഷ്ടം ഉണ്ടാവും. ഇവർ മത്സരിച്ച് പ്രൈസ് കുറയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഫേംസിനും നഷ്ടം ഉണ്ടാവും. So to avoid this price war and loss, firms may enter into an agreement regarding uniform price and output. This agreement is known as collusion.
അപ്പോൾ ഇങ്ങനെ ഒരു പ്രൈസ് വാർ ഉണ്ടായി നഷ്ടമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യുന്നു? ദേ വിൽ എൻ്റർ ഇൻ ടു ആൻ എഗ്രിമെൻറ്റ്. പരസ്പരം ഒരു ധാരണയിലെത്തും, ഒരു എഗ്രിമെൻറ്റിലെത്തും. എത്ര പ്രൈസ് ചാർജ് ചെയ്യണം, ഹൗ മച്ച് ഔട്ട്പുട്ട് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് ഫേം. ഇങ്ങനെ പരസ്പരം ഒരു എഗ്രിമെൻറ്റിൽ എത്തുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിനെയാണ് കൊല്യൂസീവ് ഒളിഗോപോളി എന്ന് പറയുന്നത്. So collusion helps the firms in preventing uncertainties, prevent the entry of new firms, and strengthen the bargaining power of the firms against buyers. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഡിസിഷൻ എടുക്കുന്നു, ഇത്ര പ്രൈസ് ചാർജ് ചെയ്യാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഫേംസിൻ്റെ ബാർഗെയിനിങ് പവർ കൂടുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ പ്രൈസ് ചാർജ് ചെയ്യുമ്പോൾ ബയേഴ്സിന് ആ പ്രൈസ് പേ ചെയ്തേ മതിയാകും. So collusion or this kind of an agreement may be formal or informal. Informal collusion പറയുന്നത് ടാസിറ്റ് എന്ന് പറയും. ഫോർമൽ കൊല്യൂഷൻ ആണെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ആണ് കാർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമൽ കൊല്യൂഷനിൽ ദർ വിൽ ബി ആൻ എക്സ്പ്ലിസിറ്റ് എഗ്രിമെൻറ്റ്. ക്ലിയർ ആയിട്ട് ഈ ഫേംസ് തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. അത് വളരെ ഫോർമലായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് കാർട്ടൽ. കാർട്ടൽ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷനിൽ പെടുന്ന എല്ലാ ഫേംസും കൂടെ ചേർന്ന് ഡിസിഷൻസ് എടുക്കുന്നു. ആൻ എക്സാമ്പിൾ ഓഫ് എ കാർട്ടൽ ഈസ് എ ഫോർമൽ എഗ്രിമെൻ്റ് ഈസ് ഈ ഒപ്പേക്ക് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഗൾഫ് കൺട്രീസിൻ്റെ ഇടയിലുള്ളതാണ്. സോ അവർ ഒരുമിച്ചാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അതൊരു ഫോർമൽ കൊല്യൂഷൻ എക്സാമ്പിളാണ്. ഇനി ടാസിറ്റ് കൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ എഗ്രിമെൻ്റ് ഫോർമൽ ആയിരിക്കില്ല. ദി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വിൽ ബി ഇൻ ആൻ ഇൻഫോർമൽ വേ. പരസ്പരം ഒരു ധാരണയുണ്ടാകും, പക്ഷേ അത് മറ്റുള്ളവർക്ക് അറിയാനൊന്നും പറ്റില്ല. കാരണം ഇത് ഗവൺമെൻറ് അലൗ ചെയ്യില്ല. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ദിസ് കൈൻഡ് ഓഫ് കൊല്യൂഷൻ ഈസ് നോട്ട് അലൗഡ്. ഇപ്പോൾ പരസ്പരം ഫേംസ് ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഒരു തീരുമാനമെടുക്കാൻ ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മിക്ക രാജ്യങ്ങളിലും അത് അനുവദിക്കില്ല. അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ മൊണോപോളി പ്രൈസിങ്. മൊണോപോളിയിൽ ഒരു ഫേം പ്രൈസ് ചാർജ് ചെയ്യുന്നത് പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ഫേംസ് ഫോർമലായ രീതിയിലുള്ള എഗ്രിമെൻറ്റിനൊന്നും പോകില്ല. ഇൻ ആൻ ഇൻഫോർമൽ വേ they will agree to charge the same price. പരസ്പരം എല്ലാവരും ഒരു ധാരണയിൽ ഓക്കെ ഇത്ര പ്രൈസ് ചാർജ് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ മുമ്പോട്ട് പോകുന്നു. For this we can cite many examples. For example, in airways, when in certain season all the airways will increase the price. When they decrease the price, all the airways will decrease the price. Similarly, cement, when the price of cement is increased, എല്ലാ ഫേംസും ഒരേ സമയത്ത് പ്രൈസ് കൂട്ടും. പ്രൈസ് കുറയ്ക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു ധാരണയാണ്. സോ ഇറ്റ് ഈസ് ആൻ ഇൻഫോർമൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി ഫേംസ്. ദെൻ ഇനിയും ഈ ഒളിഗോപോളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രൈസ് ലീഡർഷിപ്പ്. ബട്ട് പ്രൈസ് ലീഡർഷിപ്പ് ഈസ് നോട്ട് ഗിവൺ ഇൻ യുവർ സിലബസ്. അത് ഇത്രയും ഉള്ളൂ. Sometimes one big firm, a dominant firm, will decide the price and others will follow. ഏറ്റവും വലിയൊരു ഫേം ഏതാണോ അവരായിരിക്കും പ്രൈസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. മറ്റു ഫേംസ് എല്ലാം, ആ ഇൻഡസ്ട്രിയിലുള്ള മറ്റു ഫേംസ് എല്ലാം ഇവരെ ഫോളോ ചെയ്യുന്നു. അതിന് നമ്മൾ ഡോമിനൻറ്റ് ഫേം സ്ട്രാറ്റജി എന്നാണ് പറയുന്നത്. ഡോമിനൻറ്റ് ഫേം പ്രൈസ് ലീഡർഷിപ്പ്. പിന്നെ മറ്റൊന്ന്, ചിലപ്പോൾ ഒരു അഗ്രസീവ് ഫേം, ചില ഫേംസ് വളരെ പെട്ടെന്ന് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ഫേംസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു അഗ്രസീവ് ഫേം കയറി ഡിസിഷൻ എടുക്കും, പ്രൈസിനെ സംബന്ധിക്കുന്ന ഡിസിഷൻ എടുക്കും, മറ്റുള്ളവർ അത് ഫോളോ ചെയ്യും. സോ അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പ്. പിന്നെ ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്, ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് മീൻസ് വൺ ഫേം ബൈ എക്സ്പീരിയൻസ് ദേ നോ അബൌട്ട് ദി പൾസ് ഓഫ് ദി മാർക്കറ്റ് ആൻഡ് എവറിഥിങ്. അപ്പോൾ ഈ മാർക്കറ്റിനെ കുറിച്ചൊക്കെ നന്നായി അറിയാവുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫേം അവർ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നു, മറ്റുള്ളവർ അത് ഫോളോ ചെയ്യുന്നു. ഇങ്ങനെ പ്രൈസ് ലീഡർഷിപ്പ് പല രീതിയിലുണ്ട്. ബട്ട് ഫോർ യു പീപ്പിൾ പ്രൈസ് ലീഡർഷിപ്പ് ഈസ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കൊല്യൂസീവ് ഒളിഗോപോളിയിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. സോ സംടൈംസ് ദർ വിൽ ബി ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി ഫേംസ് in an informal way or in a formal way.
പക്ഷെ എന്തായാലും ഒളിഗോപോളിയിൽ പ്രൈസ് കുറച്ച് അവർക്ക് കൂടുതൽ വിൽക്കാൻ സാധിക്കില്ല. സോ വാട്ട് ദേ വിൽ ഡു, they will resort to non-price competition method. പ്രൈസ് കുറയ്ക്കലല്ലാതെ മറ്റ് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവർ സെയിൽസ് കൂട്ടാനായിട്ട് ശ്രമിക്കും. സോ വാട്ട് ആർ ദി വേരിയസ് വേസ് ഇൻ വിച്ച് ദി ഫേംസ് ക്യാൻ ഇൻക്രീസ് സെയിൽസ് by resorting to non-price competition methods. So non-price competition is a marketing strategy that typically includes promotional expenditure such as sales staff, sales promotion, special offers, free gifts, coupons and advertising. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യും. പ്രൈസ് കുറയ്ക്കുന്നില്ല, പ്രൈസ് കുറയ്ക്കാതെ മറ്റ് പല കാര്യങ്ങളെയും അവർ ഡിപ്പെൻഡ് ചെയ്യും. In other words, it means marketing a firm's brand and quality of products rather than lowering price. ഈ ബ്രാൻഡ് മാർക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ through advertisement. When we see the advertisement of a firm in the TV repeatedly, നമുക്കതിനെക്കുറിച്ചൊരു ഒരു പ്രത്യേക ഇംപ്രഷൻ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കത് വാങ്ങണമെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വഴി കൂടുതൽ വിൽക്കാനായിട്ട് ശ്രമിക്കുക. So that is non-price competition. There are two main branches of non-price competition. They are product differentiation and promotion or advertising. ഒന്നുകിൽ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസം വരുത്തുക, പാക്കിങ് കൂടുതൽ അട്രാക്റ്റീവ് ആക്കുക, അതിന് കുറച്ചുകൂടെ നല്ല സ്മെല്ല് കൊടുക്കുക, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് they will try to increase the sales. So that is product differentiation or advertising. അല്ലെങ്കിൽ കൂടുതൽ അഡ്വർടൈസിങ് കൊടുത്തുകൊണ്ട് നമ്മുടെ സെയിൽസ് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഈ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്നുകിൽ അത് ഇൻഫോർമേറ്റീവ് ആവാം, അല്ലെങ്കിൽ പെർസ്വേസീവ് ആവാം. ഇൻഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. പെർസ്വേസീവ് എന്ന് പറയുമ്പോഴത്തേക്ക് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ബയേഴ്സിനെ കൂടുതൽ പെർസ്യൂ ചെയ്യുന്നു, ഇത് വാങ്ങാനായിട്ട് അവരെ കൂടുതൽ അവരോട് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാകാം. ദെൻ there are different types of or examples of non-price competition methods. One is loyalty cards. ഇത് നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. മോസ്റ്റ് ഓഫ് ദി സൂപ്പർ മാർക്കറ്റ്സ് ദേ ഗീവ്, ഈവൻ ബിഗ് ഹോട്ടൽസ് എക്സെട്ര, ദേ ഗീവ് ലോയൽറ്റി കാർഡ്സ്. ഇപ്പോൾ നമുക്ക് അവരുടെ കാർഡ് ഉണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു പർച്ചേസ് വിത്ത് ദിസ് കാർഡ് വി വിൽ ഗെറ്റ് സം പോയിൻറ്റ്സ്. അപ്പോൾ കുറേ പോയിൻറ്റ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. അതാണ് ലോയൽറ്റി കാർഡ്സ് എന്ന് പറയുന്നത്. ദെൻ സബ്സിഡൈസ്ഡ് ഡെലിവറി, ഫ്രീ ഡെലിവറി. ഇപ്പോൾ ഡെലിവറി ചാർജസ് ഒന്നും ഈടാക്കാതെ ഡെലിവറി നടത്തുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ആമസോണിൽ നിന്നൊരു സാധനം വാങ്ങിക്കുമ്പോൾ സംടൈംസ് വി വിൽ ഗെറ്റ് ഫ്രീ ഡെലിവറി. ഇഫ് യു ഗെറ്റ് ഫ്രീ ഡെലിവറി യു ഹാവ് എ ടെൻഡൻസി ടു പർച്ചേസ് അഗെയിൻ ഫ്രം ദ സെയിം സെല്ലർ. അപ്പോൾ അതാണ് സബ്സിഡൈസ്ഡ് ഡെലിവറി എന്ന് പറയുന്നത്. ഓഫറിങ് ഗുഡ് ആഫ്റ്റർ സെയിൽസ് സർവീസ്, സെയിൽസിന് ശേഷം ഉള്ള സർവീസ്, വളരെ നല്ല രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അഡ്വർടൈസിങ്, that is another method. Cultivation of good reviews. But nowadays we can see online reviews about most of the products. അപ്പോൾ ഈ കമ്പനി തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യും, they will try to make good reviews about their product. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതൊക്കെ നല്ല റിവ്യൂസ് ആണ്. സോ വി വിൽ ബൈ. അപ്പോൾ അതൊക്കെ കമ്പനിയുടെ ഒരു ട്രിക്കുമാകാം. ദെൻ കൂപ്പൺസ് ആൻഡ് ഫ്രീ ഗിഫ്റ്റ്സ്, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ചില സ്ഥലങ്ങളിൽ നിന്ന് സാധനം വാങ്ങിച്ചാൽ സംടൈംസ് വി വിൽ ഗെറ്റ് സം ഫ്രീ ഗിഫ്റ്റ്സ് ഓർ കൂപ്പൺസ്. സോ ദീസ് ആർ ഓൾ സം എക്സാമ്പിൾസ് ഓഫ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ മെത്തേഡ്സ്. ഇനി ഇത് ഇവിടെ ഞാനൊരു ടേബിളാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫ്രം മാർക്കറ്റ് യൂഷ്വലി ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് ലൈക്ക് മേക്ക് എ കമ്പാരിസൺ ഓർ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മാർക്കറ്റ് സിറ്റുവേഷൻസ്. അപ്പം നിങ്ങൾ ഈ ഒരു കമ്പാരിസൺ, നിങ്ങൾക്ക് ഈ 4 മാർക്കറ്റ് സിറ്റുവേഷനെ കുറിച്ചും ഓരോ പോയിന്റ് എടുത്തിട്ട് അത് ഓരോ മാർക്കറ്റ് സിറ്റുവേഷനിലും എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ നന്നായി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിനേഷന് വളരെ ഈസി ആയിട്ട് പല ക്വസ്റ്റിൻ്റെയും ആൻസർ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്, നിങ്ങളത് ഓർത്ത് വയ്ക്കുക. കാരണം ഇത് നമ്മൾ ഈ 4 മാർക്കറ്റ് സിറ്റുവേഷനെയും കുറിച്ചൊരു കമ്പാരിസൺ നടത്തിയിരിക്കുകയാണ്. ഒരു 4-5 പോയിന്റ്സ് ഉണ്ട്. നമുക്ക് എക്സാമിനേഷന് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ട് ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ദിസ് അഗെയിൻ. Then the last topic in this module is product pricing. So how a firm will fix the price of a product. അതിന് പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല ക്രൈറ്റീരിയ ഉണ്ട്. So usually the price of a product is fixed by considering the most important thing is cost of production. How much is the cost of production? The producer ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്നത് അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നാണ്. പിന്നെ what is the price charged by other firms? സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സിന് മറ്റ് ഫേംസ് ചാർജ് ചെയ്യുന്ന പ്രൈസ് എത്രയാണ്. Then how much competition is there in the market? മാർക്കറ്റിൽ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്. What is the policy of the government? ഗവൺമെൻറ് എത്രത്തോളം ടാക്സ് ഈടാക്കുന്നു ഈ പ്രോഡക്റ്റിന്. ഇങ്ങനെ so these are all various considerations for fixing the price of a product. Then there are a few important pricing strategies. The first one is cost plus or markup pricing. കോസ്റ്റ് പ്ലസ് ഓർ മാർക്കറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ്. പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സം ഓഫ് ആവറേജ് കോസ്റ്റ് ആൻഡ് എ മാർക്കപ്പ്. ഇപ്പോൾ ഇവിടെ പ്രൈസ് ഈസ് ഈക്വൽ ടു എ സി പ്ലസ് എം എന്ന് പറഞ്ഞിട്ടുണ്ട്. എ സി ഈസ് ദി ആവറേജ് കോസ്റ്റ്, എം ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് മാർക്കപ്പ്. ഇപ്പോൾ സാധാരണയായിട്ട് ഒരു 10% ഒക്കെയാണ് മാർക്കപ്പ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാറുള്ളത്. അപ്പോൾ 100 രൂപയാണ്, സപ്പോസ് 100 rupees ഈസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇഫ് മാർക്കപ്പ് ഈസ് 10%, then 100 plus 10% of 100, that is 110. That will be the price fixed. ഇപ്പോൾ ഇവിടെ മാർക്കപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആർബിട്രറിലി ഫിക്സ്ഡ്. പ്രൊഡ്യൂസറിന് ഇഷ്ടമുള്ള അയാൾക്ക് എത്രയാണോ പ്രോഫിറ്റ് വേണ്ടുന്നത് അത്രയും മാർക്കപ്പായിട്ട് ഫിക്സ് ചെയ്യുന്നു. സോ ദിസ് ഈസ് കോസ്റ്റ് പ്ലസ് ഓർ മാർക്കപ്പ് പ്രൈസിങ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ്. ഈ ഒന്നാമത്തേത് കോസ്റ്റ് പ്ലസ് അല്ലെങ്കിൽ മാർക്കപ്പ് പ്രൈസിങ്ങിൽ ഞാൻ പറഞ്ഞു ദി മാർക്കപ്പ് ഈസ് ഫിക്സ്ഡ് ആർബിട്രറിലി എന്ന് പറഞ്ഞു. അവിടെ പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷൻ ഒന്നുമില്ല, വെറുതെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു മാർക്കപ്പ് അങ്ങ് ഫിക്സ് ചെയ്യുകയാണ്. ബട്ട് വെൻ ദർ ഈസ് വെരി ടൈറ്റ് കോമ്പറ്റീഷൻ ഫ്രം അതർ ഫേംസ്, ദിസ് സ്ട്രാറ്റജി വിൽ നോട്ട് ബി സക്സസ്ഫുൾ. അപ്പോൾ നമ്മൾ ഈ മാർക്കപ്പ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് പല കാര്യങ്ങളും കൺസിഡർ ചെയ്യണം. ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചും മാർക്കറ്റിലെ കോമ്പറ്റീഷനും ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം മാർക്കപ്പ് ഫിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഫിക്സ് ചെയ്യാൻ. അങ്ങനെ ഫിക്സ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ, ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ്. ഹിയർ ഈ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് തന്നെയാണ് ഇവിടെയും, പക്ഷേ മാർക്കപ്പ് ഫിക്സ് ചെയ്യുന്നത് ആഫ്റ്റർ കൺസിഡറിങ് വേരിയസ് തിങ്സ് ഇൻ ദി മാർക്കറ്റ്. മാർക്കറ്റിലെ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഈ എമ്മിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യുന്നത്. അതാണ് ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ്. ദെൻ നെക്സ്റ്റ് ഈസ് പെനട്രേഷൻ പ്രൈസിങ്. പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടന്നുകയറ്റമാണ്, കടന്നു കയറുക. സപ്പോസ് എ ന്യൂ ഫേം വാണ്ട്സ് ടു എൻ്റർ ഇൻ ടു ദി മാർക്കറ്റ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് ദി എക്സിസ്റ്റിംഗ് ഫേംസ് വിൽ ബി വെൽ എസ്റ്റാബ്ലിഷ്ഡ്. അതിനായിരിക്കും കൂടുതൽ, പഴയ ഫേംസിന് കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു പുതിയ ഫേമിന് കടന്നു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഇൻ സച്ച് എ സിറ്റുവേഷൻ വാട്ട് ദി ന്യൂ ഫേം വിൽ ഡു, ദേ വിൽ റെഡ്യൂസ് ദി പ്രൈസ് ഈവൻ ബിലോ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പം നിലവിലുള്ള ഫേംസ് ചാർജ് ചെയ്യുന്നതിനേക്കാൾ വളരെയധികം പ്രൈസ് കുറയ്ക്കും. ഇതിനൊരു എക്സാമ്പിളാണ് ജിയോ. ജിയോ വന്ന സമയത്ത് അവർ പ്രൈസ് വളരെയധികം കുറച്ചിരുന്നു. സോ ദേ വർ ഏബിൾ ടു എൻ്റർ ഇൻ ടു ദി മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി. സോ ദാറ്റ് ഈസ് പെനട്രേഷൻ പ്രൈസിങ്. ഇനിഷ്യൽ സ്റ്റേജസിൽ എൻട്രി നടത്തേണ്ട സമയത്ത് പ്രൈസ് വളരെയധികം കുറയ്ക്കുക. വൺസ് ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ് ദെൻ ദേ വിൽ ഇൻക്രീസ് ദി പ്രൈസ്. ദെൻ predatory pricing. Predatory pricing means an existing firm, ഇപ്പോൾ ഒരു നിലവിലുള്ളതിൽ ഒരു ബിഗ് ഫേം, they want to eliminate all other firms in the industry. മറ്റ് ഫേംസിനെ എല്ലാം നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ അവരെ ഒഴിവാക്കണമെന്ന് അവർ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുമ്പോൾ അവർ എന്ത് ചെയ്യാം? ഫോർ ദാറ്റ് they can charge
a very low price for a certain period of time. കുറച്ച് നാളത്തേക്ക് അവർ പ്രൈസ് വളരെയധികം കുറയ്ക്കും. പ്രൈസ് കുറയ്ക്കുമ്പോൾ മറ്റ് ഫേംസിന് ഈ കോമ്പറ്റീഷൻ, ഇവരിൽ നിന്നുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ പറ്റില്ല. ദേ കനോട്ട് സെൽ ദി പ്രോഡക്റ്റ് അറ്റ് ദിസ് പ്രൈസ് ബിക്കോസ് ദിസ് ഫേം ഈസ് ചാർജിങ് ദി പ്രൈസ് ബിലോ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാൾ വളരെ കുറഞ്ഞ ഒരു പ്രൈസാണ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റ് ഫേംസ് വൺ ബൈ വൺ all other firms will leave the market. Then this firm will emerge as a monopoly. ഒറ്റ ഫേമേ ഉള്ളൂ, മറ്റുള്ളവരെല്ലാം മാർക്കറ്റിൽ നിന്ന് വിട്ടുപോയി. കാരണം ഇവരുടെ ഈ പ്രൈസ് കുറച്ചത് കാരണം മറ്റുള്ളവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. So this kind of a pricing strategy is called predatory pricing. When this firm emerges as a monopoly firm, now they can charge any price and get enough profit. അപ്പം അങ്ങനെയുള്ളൊരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ് പ്രഡേറ്ററി പ്രൈസിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഗോയിങ് റേറ്റ് പ്രൈസിങ്. ഗോയിങ് റേറ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എ ന്യൂ ഫേം ഓർ വെൻ എ ന്യൂ ഫേം ഈസ് എൻ്റർ ഇൻ ടു ദി മാർക്കറ്റ്, വാട്ട് ഈസ് ദി എക്സിസ്റ്റിംഗ് പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്. ഇപ്പോൾ ചില പ്രോഡക്ട്സ് ദേ ആർ ജനറിക് ഇൻ നേച്ചർ എന്ന് പറയും. ഇപ്പം നമ്മൾ മിനറൽ വാട്ടർ വാങ്ങാൻ പോകുമ്പോൾ നമ്മളൊരു കമ്പനിയുടെ പേര് പറഞ്ഞ് ചോദിക്കാറില്ല, നമ്മൾ മിനറൽ വാട്ടർ തരാനാണ് പറയുന്നത്. സോ ഇൻ ദി കേസ് ഓഫ് മിനറൽ വാട്ടർ ദർ ഈസ് ആൻ എക്സിസ്റ്റിംഗ് പ്രൈസ്. ഇപ്പോൾ പുതിയൊരു ഫേം വരുമ്പോഴും ദേ വിൽ ഓൾസോ ചാർജ് ദി എക്സിസ്റ്റിംഗ് പ്രൈസ്. നിലവിലുള്ള പ്രൈസ് എന്താണോ മിനറൽ വാട്ടറിൻ്റേത് അത് തന്നെയായിരിക്കും പുതിയ ഫേമും ചാർജ് ചെയ്യുന്നത്. ദാറ്റ് കൈൻഡ് ഓഫ് എ പ്രൈസിംഗ് സ്ട്രാറ്റജി ഈസ് കോൾഡ് ഗോയിങ് റേറ്റ് പ്രൈസിംഗ്. ദ നെക്സ്റ്റ് ഈസ് പ്രൈസ് സ്കിമ്മിങ്. Price skimming means some companies, when they introduce a product, they know that the rich people, they want to buy this first. അപ്പോൾ അവർ എന്ത് വില കൊടുത്തു ഇത് വാങ്ങാൻ തയ്യാറാവും. So what they will do in the initial stages, at the time of the introduction of the product, they will charge a very high price. ഇതാരെ ഉദ്ദേശിച്ചാണ്? റിച്ച് ആയിട്ടുള്ളവരെ ഉദ്ദേശിച്ചാണ്. Once the product ഈസ് എസ്റ്റാബ്ലിഷ്ഡ്, അപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വാങ്ങി ഇത് മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനിയും ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി അവരെന്ത് ചെയ്യും? ആഫ്റ്റർ ദാറ്റ് ഓൺലി ദേ വിൽ റെഡ്യൂസ് ദി പ്രൈസ്. അപ്പോൾ തുടക്കത്തിൽ ഒരു ഹൈ പ്രൈസ് ചാർജ് ചെയ്യുക, ഇറ്റ്സ് എ ഫോം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. ഈ റിച്ച് ആയിട്ടുള്ളവരിൽ നിന്ന് കൂടുതൽ പ്രൈസ് ഈടാക്കാൻ വേണ്ടി ഒരു ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നു. സോ ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് പ്രൈസ് സ്കിമ്മിങ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് administered pricing. See, usually administered pricing means monopoly pricing. That means the price is not fixed in the market by demand and supply. That is the meaning of administered pricing. Demand and supply ചേർന്ന് മാർക്കറ്റിൽ തീരുമാനിക്കുന്ന പ്രൈസ് അല്ല, ഒരു മൊണോപോളിസ്റ്റ് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രൈസിനാണ് അഡ്മിനിസ്ട്രേഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ഇന്ത്യ administered pricing means പ്രൈസ് ഫിക്സ്ഡ് ബൈ ദി ഗവൺമെൻറ്. ഗവൺമെൻറ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് അഡ്മിനിസ്ട്രേഡ് പ്രൈസിംഗ് എന്ന് ഇന്ത്യയിൽ നമ്മൾ സാധാരണയായി പറയാറുള്ളത്. ചുരുക്കം ചില പ്രോഡക്ട്സ് ഉണ്ട് അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. സോ ദാറ്റ് ഈസ് മീനിങ് ഓഫ് അഡ്മിനിസ്ട്രേഡ് പ്രൈസിംഗ് ഇൻ ഇന്ത്യ. സോ with that we are completing the third module, market. ഇപ്പോൾ മാർക്കറ്റ് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. യു മേ സ്റ്റഡി എവറിതിങ് ഇൻ ദി മാർക്കറ്റ്. എല്ലാ ടോപ്പിക്സും നന്നായി പഠിക്കുക, കാരണം വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പം വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ഓൾസോ. സോ യു മേ സ്റ്റഡി വെൽ. വിത്ത് ദാറ്റ് വി ആർ സ്റ്റോപ്പിംഗ് ദിസ് ക്ലാസ് ആൻഡ് ദി തേർഡ് മൊഡ്യൂൾ ഈസ് കംപ്ലീറ്റ്. ഇപ്പം നിങ്ങൾക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇതിനോടൊപ്പം ബുക്കും കൂടെ വായിക്കുക. സോ ദാറ്റ് വിൽ ബി ഈസി ഫോർ യു ടു റൈറ്റ് ദി എക്സാം ആൻഡ് റൈറ്റ് മോർ എക്സ്പ്ലനേഷൻ. താങ്ക് യു.